ഹലോ അമ്മമ്മ ഈ കുഞ്ഞുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പപ്പായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പപ്പായ കൊണ്ടിട്ട് ഒരു തോരൻ പോലെ വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാനിത് അരിഞ്ഞല്ല എടുക്കണത്, ഞാനിത് ചുരണ്ടിയാണ് എടുക്കുന്നത്. നമ്മൾ തേങ്ങയൊക്കെ ചുരണ്ടി എടുക്കണ പോലെ തന്നെ ചുരണ്ടിയാണ് എടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഇതുണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഈ പപ്പായ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടല്ലേ, ചിരണ്ടി വെച്ചതാണ് ഞാനിത്. നമ്മൾ തേങ്ങ ചിരണ്ടണ ചിരവയിൽ വെച്ച് തന്നെ നമുക്ക് ചിരണ്ടി എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങയും അതേപോലെ തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത്തിരി ചുമന്നുള്ളി, കുറച്ച് വേപ്പില, വറ്റൽമുളക് കേട്ടാ. നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. തനി നാടൻ രീതിയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേ കേട്ടാ. ടേസ്റ്റ് ഉണ്ടാവും അത്. ചിരണ്ടി എടുത്താൽ അരിയണയിലും ടേസ്റ്റ് ഉണ്ടാവും. ചിരണ്ടി എടുത്താൽ നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത്തിരി കടുക് ഇടാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടുകൊണ്ട് പുളിയും കൂടി ചേർക്കാം. ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ചിരണ്ടി വെച്ചേക്കണ പപ്പായ ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കിടാം കേട്ടോ. ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടേ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് എന്താ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഒരു 5 മിനിറ്റ് വേവിച്ചേ ഉള്ളു. പപ്പായ വേഗം തന്നെ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇളക്കിയൊന്നും ചെയ്യണ്ട, ഒന്ന് അടച്ചു വെച്ച് വെറുതെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.